ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. സ്വർഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാദപീഠവുമാകുന്നു. അടിയങ്ങൾ അവിടുത്തെ മക്കളാകുന്നു. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഈ രാത്രി അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങളെ കേൾക്കുവാനും ഗ്രഹിപ്പാനും തക്കവണ്ണം ദൈവമേ, ഞങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനം ദൈവമേ പ്രാഗൽഭ്യത്തോടെ സംസാരിപ്പാൻ തക്കവണ്ണം എനിക്കാവശ്യമായ സ്വർഗീയ കൃപകൾ അവിടുന്ന് പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ പൊന്നുനാമം മാത്രം അതിലൂടെ മഹത്വപ്പെടണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. ഗോസ്പൽ സെയിന്റ് മാത്യു ചാപ്റ്റർ 19 വേഴ്സ് 16. അനന്തരം ഒരുവൻ വന്ന് അവനോട് ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെയും ജീവിതങ്ങളിൽ വ്യക്തമായ ലക്ഷ്യത്തോടു കൂടിയാണ് നാം ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ആത്മീയ യാത്രയിലും ഓരോ ദൈവ പൈതലിനും ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. എന്നാൽ പലപ്പോഴും ഈ ഭൂമിയിലെ ചില ഭൗതിക നന്മകൾ ലഭിക്കുവാൻ തക്കവണ്ണമാണ് ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നത്. ആത്മീയ ജീവിതത്തിന് ലക്ഷ്യമുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് ഞാനും നിങ്ങളും നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ളതാണ്. ഇവിടെ കർത്താവിൻ്റെ അടുക്കൽ ഒരു ധനികനായ ചെറുപ്പക്കാരൻ കടന്നു വന്ന് കർത്താവിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഗുരു, നിത്യജീവനെ പ്രാപിക്കുവാൻ ഞാൻ എന്തു നന്മ ചെയ്യണം എന്ന് ചോദിച്ചു. അപ്പോൾ അവന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ട്. എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള ആത്മീയമായ കാഴ്ചപ്പാടുള്ളവനാണ്. ഈ ലോകത്തിൻ്റെ നന്മകളൊന്നുമല്ല അവൻ കർത്താവിനോട് ചോദിക്കുന്നത്. എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ ആർക്കുമില്ലാത്ത ഒരു പ്രത്യേക ലക്ഷ്യം അവനുണ്ട്. അവൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അത് പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തു പ്രവൃത്തി ചെയ്ത് എനിക്ക് നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയുമെന്ന് യേശു കർത്താവിനോട് ഈ യൗവനക്കാരൻ ചോദിക്കുകയാണ്. കർത്താവ് എന്താണ് അതിന് മറുപടി പറയുന്നത്? അതിനവൻ നീ എന്നോട് നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്ത്? നല്ലവൻ ഒരുവനേ ഉള്ളൂ. ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ കൽപ്പനകൾ അനുസരിക്കുക എന്ന് പറഞ്ഞു. നീ നന്മയെക്കുറിച്ച് ചോദിക്കുന്നത് എന്തിനാ? നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിനക്ക് നന്മയാണോ ആവശ്യം, അതെയോ നല്ലവനായ ദൈവത്തെയാണോ നിനക്ക് ആവശ്യം? ഏതെങ്കിലും ഒരു നന്മ പ്രവൃത്തി ചെയ്ത് നിത്യജീവൻ പ്രാപിക്കുവാനാണോ നീ ആഗ്രഹിക്കുന്നത്, അതെയോ നല്ലവനായ ദൈവത്തെ നിന്റെ ജീവിതത്തിൽ സ്വീകരിച്ച് അവൻ നിങ്ങളിൽ വസിച്ചുകൊണ്ട് അവൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള നന്മകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? ആ ചോദ്യത്തിന്
വലിയ അർത്ഥമുണ്ട് കർത്താവ് ചോദിക്കുമ്പോൾ. ഇന്നത്തെ സമൂഹത്തിൽ പലപ്പോഴും ഞാനും നിങ്ങളും എന്തെങ്കിലും ചില നല്ല കാര്യങ്ങൾ ചെയ്ത ദൈവത്തെ പ്രസാദിപ്പിക്കാം എന്നാണ് ചിന്തിക്കുന്നത്. എന്നാൽ നന്മ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നന്മ ചെയ്യണ്ടേ എന്നുള്ള ചോദ്യം നിങ്ങളിലുണ്ടാകും. തീർച്ചയായിട്ടും നന്മ ചെയ്യണം. പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്തെങ്കിലും നന്മ ചെയ്യുക എന്നുള്ളതല്ല. പിന്നെയോ നല്ലവനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അപ്പോൾ നല്ലവനായ ദൈവത്തെ നാം സ്വീകരിക്കുമ്പോൾ, അവൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നമ്മളിൽ വസിക്കുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകേണ്ട ഒരു റിസൾട്ടാണ് നന്മകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? നല്ലവനായ ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിനക്ക് നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം നീ എന്തെങ്കിലും നന്മയാണോ ആഗ്രഹിക്കുന്നത്, അതെയോ നല്ലവനായ ദൈവത്തെയാണോ നീ ആഗ്രഹിക്കുന്നത്? നിനക്കത് ലഭിക്കണമെങ്കിൽ നീ എന്തു ചെയ്യണം? ജീവനിൽ കടക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ, ആ ജീവനിൽ കടക്കുവാൻ നീ ഇച്ഛിക്കുന്നുവെങ്കിൽ നീ കൽപ്പനകൾ അനുസരിക്കുക എന്ന് നീ കൽപ്പനകൾ അനുസരിക്കുക. അവനൊരു ചോദ്യം ചോദിക്കുകയാണ്, ഏതെല്ലാം കൽപ്പനകളാണ് ഞാൻ അനുസരിക്കേണ്ടത്? എല്ലാ കൽപ്പനകളും അനുസരിക്കുവാൻ ഈ യൗവനക്കാരന് താല്പര്യമില്ല. പൂർണ്ണനാകുവാൻ തക്കവണ്ണമുള്ള താല്പര്യമില്ല. അവന് എന്തെങ്കിലും ചെയ്ത് നിത്യജീവനിൽ പ്രവേശിക്കണം. ഉദാഹരണമായി പറയുമ്പോൾ, പാസ് മാർക്ക് ലഭിച്ച് ഒരു എക്സാം പാസ്സാകുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവൻ്റെ ചോദ്യത്തിൽ അവൻ പറയുന്നത്, ഏതെല്ലാമാണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അവൻ ചില കാര്യങ്ങളൊക്കെയും ചെയ്യുന്നുണ്ട്. അവനൊരു ആത്മീയനാണ് എന്ന് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ബോധ്യമുണ്ട്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ ഹൃദയത്തിൻ്റെ നിരൂപണം കർത്താവ് അറിഞ്ഞിട്ടാണ് അവനോട് സംസാരിക്കുന്നത്. അവൻ ചോദിക്കുകയാണ്, ഞാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏതെല്ലാമാണ് ചെയ്യേണ്ടത്? അപ്പോൾ കർത്താവ് എന്താണ് മറുപടി പറയുന്നത്? കൊല ചെയ്യരുത്, കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, കള്ളസാക്ഷ്യം പറയരുത്, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക, അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക എന്നിവ തന്നെ. അവൻ ചെയ്യുന്ന കൽപ്പനകളെല്ലാം കർത്താവ് അവനോട് പറയുകയാണ്. 10 കൽപ്പനകളുണ്ട്. ആ 10 കൽപ്പനകളിൽ മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള 6 കാര്യങ്ങൾ മാത്രമാണ് കർത്താവ് അവിടെ പറയുന്നത്. ഇവനെ സംബന്ധിച്ച് ഇവൻ നല്ലൊരു ആത്മീയനാണ് എന്ന് ഞാനും നിങ്ങളും തിരിച്ചറിയണം. അവൻ ഈ കൽപ്പനകളൊക്കെയും ചെയ്യുന്നുണ്ട് എന്ന് കർത്താവിന് അറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്. അങ്ങനെ 6 കാര്യങ്ങൾ കർത്താവ് പറയുകയാണ്. അപ്പോൾ ഇവന് വലിയ സന്തോഷമാണ്. ഇവൻ പറയുന്നു, അതൊക്കെയും ഞാൻ ചെയ്യുന്നുണ്ട്. യൗവനക്കാരൻ അവനോട് ഇവയൊക്കെയും ഞാൻ അനുസരിച്ച് വരുന്നു, ഇതൊക്കെയും ഞാൻ അനുസരിക്കുന്നുണ്ട്. എനിക്ക് എന്ത് കുറവാണുള്ളത്? ഇനി എനിക്ക് എന്ത് കുറവാണുള്ളത്? ഈ കൽപ്പനകളൊക്കെയും ഞാൻ അനുസരിക്കുന്നുണ്ട്. നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം ഞാനൊരു യോഗ്യനാണ്. ഇനി എന്തെങ്കിലും കുറവ് എനിക്കുണ്ടോ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം? അവിടെ കർത്താവ് അവനോട് പറയുന്നു, യേശു അവനോട് നീ പരിപൂർണനാകുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അപ്പോൾ കർത്താവ് അവൻ്റെ മനസ്സ് പ്രാപിച്ചുകൊണ്ട്, മനസ്സിൻ്റെ ഉള്ളിലെ വികാരങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് കർത്താവ് അവനോട് ചോദിക്കുന്നത്. ആദ്യം അവൻ ചെയ്ത എല്ലാ കൽപ്പനകളെക്കുറിച്ചും പറയുന്നു, ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അവൻ പറയുന്നു, ഞാൻ അതൊക്കെയും ചെയ്യുന്നുണ്ട്. പിന്നെ കർത്താവ് അവൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിനക്കൊരു കുറവുണ്ട്. എന്താണ് അവൻ്റെ കുറവെന്ന്? നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ, നിന്റെ ഹൃദയത്തിനകത്ത് നീ ദൈവത്തിന് പരമപ്രധാനമായ 1-ാം സ്ഥാനമല്ല നീ കൊടുത്തിരിക്കുന്നത്.
അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ ഏതെല്ലാം കൽപ്പനകളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ കർത്താവ് പറയും, നീ പരിപൂർണനാകണം. ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് പരിപൂർണതയാണ്. എന്തെങ്കിലും ചില നന്മകൾ ചെയ്ത് നിത്യജീവൻ പ്രാപിക്കുവാനല്ല ദൈവം എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഞാനും നിങ്ങളും വളർച്ച പ്രാപിക്കണം. അതൊരു ദിവസം കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല. ക്രിസ്തുവേശുവിലുള്ള അതേ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, ഈ ക്രിസ്തുവേശുവിൻ്റെ മനോഭാവത്തിൽ ഓരോ ദിവസവും ഞാനും നിങ്ങളും വളർച്ച പ്രാപിക്കണം. ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ ദൈവവചനമാകുന്ന കണ്ണാടിയിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ കണ്ടെത്തി കൂടുതൽ വിശുദ്ധി പ്രാപിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. കർത്താവിൻ്റെ ഹൃദയം വായിച്ചിട്ട് പറയുകയാണ്, ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് വലിയ നിക്ഷേപം ഉണ്ടാകും. ഇപ്പോൾ ഭൂമിയിൽ നിനക്ക് വലിയ നിക്ഷേപമുണ്ട്. അതിൻ്റെ അടുത്ത വാക്യം പറയുന്നുണ്ട്, അവൻ യൗവനക്കാരൻ വളരെ സമ്പത്തുള്ളവനായതുകൊണ്ട് ഈ വചനം കേട്ടിട്ട് ദുഃഖിതനായി അവൻ അവിടെ നിന്ന് പോയി. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അവൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നത്. ദൈവത്തിന് വേണ്ടി അവൻ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നവനാണ്. നമ്മുടെ നോട്ടത്തിൽ അവൻ നല്ലൊരു ആത്മീയനായ മനുഷ്യനാണ്. എല്ലാ ആഴ്ചകളിലും പള്ളിയിൽ പോകുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദാനധർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, കൊല ചെയ്യുന്നില്ല, മോഷ്ടിക്കുന്നില്ല, വ്യഭിചാരം ചെയ്യുന്നില്ല. അപ്പോൾ എന്നെ പോലെയും നിങ്ങളെ പോലെയും ഒക്കെയും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ നല്ല ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു ഈ മനുഷ്യൻ. പക്ഷെ ദൈവം നോക്കിയത് അവൻ്റെ പുറമെയുള്ള ഇങ്ങനെയുള്ള പ്രകടനങ്ങളല്ല, പുറമേയുള്ള അവൻ്റെ പ്രവർത്തികളെ അല്ല ദൈവം നോക്കിയത്. ദൈവം നോക്കിയത് അവൻ്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കിയത്. അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തെക്കാൾ ഉപരിയായി അവൻ ധനത്തെയാണ് സ്നേഹിച്ചിരുന്നത്. ദൈവത്തെ സേവിക്കുന്നതിന് പകരം അവൻ ധനത്തെ സേവിച്ചവനായിരുന്നു. ദൈവത്തെ ജീവിതത്തിൽ പരമപ്രധാനമായ ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണമായിരുന്നു. പക്ഷേ അവൻ്റെ ഹൃദയം ഈ വാർത്ത കേട്ട്, കർത്താവ് പറഞ്ഞത് കേട്ട് ദുഃഖിച്ചു. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. ഇതവന് വളരെ പ്രയാസകരമായ കാര്യമായിരുന്നു. അവൻ വളരെ ദുഃഖിച്ച് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. എന്തുകൊണ്ടാണ് അവൻ ദുഃഖിച്ച് മടങ്ങിപ്പോയത്? അവന് നിത്യജീവൻ പ്രാപിക്കുന്നതിനേക്കാൾ കൂടുതലായി അവൻ സ്നേഹിച്ചിരുന്നതും സേവിച്ചിരുന്നതും അവൻ്റെ ധനത്തെയായിരുന്നു. അതേസമയം അവൻ ധനത്തെ സേവിക്കുകയും ധനത്തിന് ഒന്നാം സ്ഥാനം അവൻ്റെ ഹൃദയത്തിൽ കൊടുക്കുകയും ചെയ്യുമ്പോൾ അവൻ ഭൂമിയിൽ അവൻ ഒരു ഭക്തനായ മനുഷ്യനായിരുന്നു. ദൈവത്തിൻ്റെ കൽപ്പനകളൊക്കെയും അവൻ ചെയ്യുന്നവനായിരുന്നു. നമ്മുടെ ദൃഷ്ടി കൊണ്ട് നോക്കുമ്പോൾ ഒരു കുറവുമില്ലാത്ത നല്ലൊരു ആത്മീയനായ മനുഷ്യൻ. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ ഒന്നാം സ്ഥാനം അവൻ ധനത്തിനായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ ധനത്തെ അവൻ ഉപേക്ഷിക്കുവാൻ കഴിയാത്തത് നിമിത്തം അവൻ നിത്യജീവൻ വേണ്ട എന്ന് വെക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, ഞാനും നിങ്ങളും ദൈവസന്നദ്ധിയിൽ കടന്നു വരുമ്പോൾ ലോകത്തിലുള്ള മനുഷ്യരെ നമുക്ക് പലപ്പോഴും കബളിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയും. ലോകത്തിലുള്ളവർ എന്നെപ്പോലെയും നിങ്ങളെപ്പോലെയും ഒക്കെ മറ്റുള്ളവരെ നാം ഭക്തരെന്ന് പലപ്പോഴും എനിക്കും നിങ്ങൾക്കും തോന്നും. നമ്മൾ അല്പസമയം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചില നല്ല കാര്യങ്ങളും നന്മകളൊക്കെയും ചെയ്യുമ്പോൾ നാം ഒരു ഭക്തനാണ് എന്നുള്ള ചിന്ത എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ കടന്നു വരും. പക്ഷെ ദൈവം നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിനകത്തെ നിരൂപണങ്ങളാണ്. ദൈവത്തിന് നമ്മുടെ ഹൃദയത്തിൽ എന്ത് സ്ഥാനമാണ് കൊടുക്കുന്നത്? ഇവിടെ യൗവനക്കാരൻ ദൈവത്തെക്കാൾ ഉപരിയായി അവൻ്റെ ധനത്തിനായിരുന്നു അവൻ സ്ഥാനം കൊടുത്തത്. നിത്യജീവൻ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ കടന്നു വന്നത്. അതിനുള്ള പുറമേയുള്ള എല്ലാ ഭക്തിയുടെ പ്രകടനങ്ങളൊക്കെയും അവൻ കാഴ്ചവെച്ചു. ചില കാര്യങ്ങളും ചില നന്മകളൊക്കെയും അവൻ ചെയ്തു.
പക്ഷെ കർത്താവ് പറയുന്ന ഒരു കുറവ് നിനക്കുണ്ട്. നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, സ്വർഗത്തിൽ നീ നിക്ഷേപം സ്വരൂപിക്കുക. ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കുവാനാണോ പരിശ്രമിക്കുന്നത്, സ്വർഗത്തിൽ നിക്ഷേപം സ്വരൂപിക്കുവാനാണോ പരിശ്രമിക്കുന്നത്? ഈ രാത്രി ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിശോധിക്കണം. ദൈവത്തെയാണോ സേവിക്കുന്നത്, ധനത്തെയാണോ ഞാനും നിങ്ങളും സേവിക്കുന്നത് എന്ന് പരിശോധിക്കുക. മറ്റാരും അതിന് മാർക്കിടേണ്ട കാര്യമില്ല, നാം തന്നെ ഒന്ന് പരിശോധിച്ചാൽ മതി. സ്വർഗത്തിലെ നിക്ഷേപം സ്വരൂപിക്കുവാൻ തക്കവണ്ണമാണോ പരിശ്രമിക്കുന്നത്, അതെയോ ഈ ഭൂമിയിലെ നിക്ഷേപം സ്വരൂപിക്കുവാനാണോ ഞാനും നിങ്ങളും പരിശ്രമിക്കുന്നത്? കർത്താവ് അവൻ്റെ ഹൃദയം മനസ്സിലാക്കി, അവൻ്റെ ഹൃദയത്തിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന സ്ഥാനം മനസ്സിലാക്കി ദൈവം അവനോട് പറയുകയാണ്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ ദുഃഖിച്ച് കർത്താവിൻ്റെ അടുക്കൽ നിന്ന് കടന്നു പോവുകയാണ്. ദൈവജനമേ, ഞാനും നിങ്ങളും ദൈവസന്നദ്ധിയിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണ്. ഈ ഭൂമിയിൽ നിന്ന് ഞാനും നിങ്ങളും ഒരിക്കൽ ഒരു ദിവസം മരണം വഴി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നമ്മുടെ സൃഷ്ടാവിൻ്റെ അടുക്കലേക്ക് കടന്നു പോകേണ്ടവരാണ് ഞാനും നിങ്ങളും. ഈ യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇത് താൽക്കാലികമായ ഒരു ജീവിതമാണ് എന്ന് കേൾക്കുക മാത്രമല്ല, അതിനെക്കുറിച്ച് ഒരു ചിന്തയുള്ളവരായിരിക്കണം. നമുക്ക് നിത്യതയിലേക്കുള്ളൊരു യാത്രയുണ്ട്. മരണത്തിനപ്പുറം ഒരു ജീവിതം നമുക്കുണ്ട്. അവിടത്തേക്ക് ഒരുങ്ങുവാൻ തക്കവണ്ണമാണ് ഈ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്ക് അനേക പുസ്തകങ്ങൾ ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഞാനും നിങ്ങൾ വായിക്കാറുണ്ട്. എന്നാൽ പല പുസ്തകങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില തത്വങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനം ഞാനും നിങ്ങൾ വായിക്കുമ്പോൾ ചില ആശയങ്ങളിലേക്കോ ചില തത്വങ്ങളിലേക്കോ അല്ല നമ്മെ നയിക്കുന്നത്. പിന്നെയോ ജീവനുള്ള ദൈവത്തെങ്കിലേക്ക്, അതൊരു വ്യക്തിയിലേക്കാണ് നമ്മെ നയിക്കുന്നത്. യേശു ക്രിസ്തുവാകുന്ന ദൈവത്തെങ്കിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു പുസ്തകമാണ് ഈ ജീവന്റെ വചനമെന്ന് പറയുന്നത്. ഈ പുസ്തകം വായിച്ച് നിത്യജീവനിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കണം. നമുക്കൊരു നിത്യതയുണ്ട് എന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും തിരിച്ചറിയണം. അതിനുവേണ്ടിയായിരിക്കണം ഞാനും നിങ്ങളും പരിശ്രമിക്കേണ്ടത്. ആ നിത്യരാജ്യത്തിലേക്ക് കർത്താവിനോടൊപ്പമുള്ള ഒരു വാസമുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാരോടും വിശുദ്ധന്മാരോടൊപ്പമുള്ള ആ വലിയ വാസത്തെ കണ്ടുകൊണ്ടായിരിക്കണം ഞാനും നിങ്ങളും ജീവിക്കേണ്ടത്. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം വിശ്വാസ ജീവിതമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് ഇത് കാണുവാൻ കഴിയുകയില്ല. കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതിനെ കണ്ടതുപോലെ വിശ്വസിക്കണം. നിത്യത നമ്മളാരും കണ്ടിട്ടില്ല. മരിച്ചുപോയ ഒരു വ്യക്തികളുമായിട്ട് നമുക്ക് സമ്പർക്കം പുലർത്തുവാൻ കഴിയുന്നില്ല. പക്ഷെ നിത്യത ഒന്നുണ്ട് എന്നും കർത്താവിനോടൊപ്പമുള്ള ഒരു വാസമുണ്ട് എന്നും ഞാനും നിങ്ങളും വിശ്വസിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കണം. അങ്ങനെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനായിരിക്കണം ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്ന് ഞാൻ പറയുമ്പോൾ ഹൃദയത്തിനുള്ളിലാണ് ഈ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. പുറമേ നമുക്ക് പല കാര്യങ്ങളും ചെയ്യുവാൻ കഴിയും. നല്ലവണ്ണം പ്രസംഗിക്കുവാനും നല്ലവണ്ണം പ്രാർത്ഥിക്കുവാനും പാട്ട് പാടുവാനും ആതുര സേവന പ്രവർത്തനങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നല്ല കാര്യങ്ങൾ നേടുവാൻ തക്കവണ്ണം കഴിയും. പക്ഷെ ദൈവമോ ദൂരത്തു നിന്നുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൻ്റെ നിരൂപണങ്ങളെ സൂക്ഷിച്ചറിയുന്നവനും വായിച്ചറിയുന്നവനുമാണ് എന്ന് ഈ യൗവനക്കാരൻ്റെ സംഭവത്തിലൂടെ നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയും. നമ്മൾ കരങ്ങൾ മലർത്തുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം കൊടുക്കണം.
അവൻ ദുഃഖിച്ച് കടന്നുപോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നുണ്ട്, ഇങ്ങനെ ആർക്ക് ചെയ്യുവാൻ കഴിയും? ഇത് എത്ര കട്ടിയായ ഉപദേശമാണ്! ഇങ്ങനെ കർത്താവ് പഠിപ്പിച്ചാൽ ആർക്കെങ്കിലും നിത്യജീവനിൽ എത്തുവാൻ കഴിയുമോ എന്ന് അവിടെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട്. അവിടെ അതിൻ്റെ 23-ാം വാക്യം, യേശു തന്റെ ശിഷ്യന്മാരോട് ധനവാൻ സ്വർഗ്ഗരാജ്യത്തിൽ കടക്കുന്ന പ്രയാസമാകുന്നുവെന്ന് ആ ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസമാകുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായും ഞാൻ നിങ്ങളോട് പറയുന്നു, ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പമാകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അത് കേട്ടിട്ട് ശിഷ്യന്മാർ അത്യന്തം വിസ്മയിച്ചു. അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയുമെന്ന് ചോദിക്കുകയാണ്. കർത്താവിൻ്റെ ഈ ഉപദേശം അനുസരിച്ച് പോയാൽ എങ്ങനെ ആർക്ക് രക്ഷ പ്രാപിക്കുവാൻ കഴിയും? എങ്ങനെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ കഴിയും? ഇത് ആർക്കും സാധ്യമാകുന്ന കാര്യമല്ല എന്നാണ് ശിഷ്യന്മാർ പറയുന്നത്. അപ്പോൾ കർത്താവ് എന്താണ് മറുപടി പറയുന്നത്? യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യമാണെങ്കിലും ദൈവത്തിന് സകലതും സാധ്യമാണ് എന്ന് പറഞ്ഞു. ദൈവത്തിന് സകലതും സാധ്യമാണ്. എന്താണ് മനുഷ്യർക്ക് അസാധ്യമാണെന്ന് പറയുമ്പോൾ? എൻ്റെയും നിങ്ങളുടെയും ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും അത് അസാധ്യമെന്ന് തോന്നും. പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്നുവെങ്കിൽ, നമ്മളിന്മേൽ ദൈവത്തിൻ്റെ കൃപയുണ്ട് എങ്കിൽ നിനക്കത് സാധ്യമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയാണ് ഞാനും നിങ്ങളും ആർജിച്ചെടുക്കേണ്ടത്. മനുഷ്യനത് അസാധ്യമാണ്. പക്ഷെ ദൈവകൃപ നിനക്കുണ്ട് എങ്കിൽ, ദൈവത്തിൻ്റെ കൃപ നിന്നിൽ വ്യാപരിക്കുന്നുവെങ്കിൽ നിനക്കത് സകലതും സാധ്യമാണ്. ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും ഇത് സാധ്യമല്ല. മറിയോട് കർത്താവിൻ്റെ ദൂതൻ, ദൈവത്തിൻ്റെ ദൂതൻ കടന്നു വരുമ്പോൾ മറിയോട് പറയുന്നുണ്ട്, കൃപ ലഭിച്ചവളെ നിനക്ക് സമാധാനം. അവളുടെ ബുദ്ധിയിൽ അസാധ്യമായ കാര്യമാണ്. പക്ഷേ അസാധ്യമായ കാര്യങ്ങൾ അവളുടെ ജീവിതത്തിൽ നടക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൃപ അവൾക്ക് ലഭിച്ചു. അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് നിത്യജീവനിൽ പ്രവേശിക്കണമെങ്കിൽ നമുക്ക് ദൈവത്തിൻ്റെ കൃപ ആവശ്യമാണ്. നമ്മുടെ ബുദ്ധി കൊണ്ടും ശക്തി കൊണ്ടും കഴിവ് കൊണ്ടും നമുക്കൊരിക്കലും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് മുന്നോട്ട് പോകുവാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവകൃപ എന്നിലേക്കും നിങ്ങളിലേക്കും ഒഴുകുമ്പോഴാണ് ഈ ജീവന്റെ വചനം നമുക്ക് അനുസരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്. ആ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുമ്പോഴാണ് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയുന്നത്. ഇവിടെ യൗവനക്കാരൻ അവനത് സാധിച്ചില്ല. അവനെ സംബന്ധിച്ച് നിത്യജീവനേക്കാൾ പ്രധാനപ്പെട്ടത് അവന് പണമായിരുന്നു. ഈ രാത്രി എൻ്റെയും നിങ്ങളുടെയും കാഴ്ചപ്പാടുകൾക്കൊരു മാറ്റമുണ്ടാകണം. ദൈവവചനം മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കണം. വെറുതെ വായിക്കുവാൻ വേണ്ടി വായിച്ചിട്ട് കാര്യമില്ല. വെറുതെ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണം കേട്ടിട്ട് കാര്യമില്ല. കേൾക്കുന്നത് ഗ്രഹിക്കുവാൻ വേണ്ടിയായിരിക്കണം. ഗ്രഹിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അനുസരിക്കുവാൻ വേണ്ടിയുള്ളതായിരിക്കണം. അപ്പോൾ ദൈവവചനം കേൾക്കണം. കേട്ട ദൈവവചനം ഗ്രഹിക്കണം. അത് ഹൃദയത്തിലേക്ക് പകർത്തിയെടുക്കണം. അത് ഹൃദയത്തിലേക്ക് പകർത്തിയെടുത്ത് ജീവിതത്തിൽ അനുസരിക്കുവാൻ തക്കവണ്ണം കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ ദൈവത്തിന് ജീവിതത്തിൽ പരമപ്രധാനമായ സ്ഥാനം കൊടുക്കുവാനും നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാനും സ്വർഗത്തിലെ വലിയൊരു നിക്ഷേപം സ്വരൂപിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കും കഴിയുമെന്ന് നമ്മെ പഠിപ്പിക്കുന്ന പുസ്തകമാണ് ദൈവത്തിൻ്റെ ജീവന്റെ വചനം. ഈ ഭൂമിയിലെ സമ്പാദ്യത്തെക്കാൾ ഉപരിയായി ദൈവിക വിഷയങ്ങളിൽ സമ്പന്നനായി സ്വർഗത്തിലെ വലിയൊരു നിക്ഷേപം സ്വരൂപിച്ചുകൊണ്ട് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുപോലെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ,
അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിത്യജീവൻ പ്രാപിപ്പാൻ ഞാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത് എന്ന് ആ ചെറുപ്പക്കാരൻ അവിടുത്തെ പാദപീഠത്തിൽ വന്ന് ചോദിച്ചു. അവൻ ദുഃഖിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് മടങ്ങിപ്പോയതായി അവിടുത്തെ തിരുവചനത്തിലൂടെ ഈ രാത്രി ഞങ്ങൾ കേട്ടുവല്ലോ കർത്താവേ. ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളാരും ദുഃഖിച്ചു പോകുവാനല്ല കർത്താവേ, ഈ രാത്രി സന്തോഷത്തോടെ അവിടുത്തെ ജീവൻ്റെ വചനങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും ആ നിത്യജീവൻ പ്രാപിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോ മക്കളെയും അവിടുത്തെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ് കർത്താവേ. ഞങ്ങളുടെ ബുദ്ധി കൊണ്ടോ ഞങ്ങളുടെ ശക്തി കൊണ്ടോ അത് സാധ്യമല്ല കർത്താവേ. മനുഷ്യർക്ക് അത് അസാധ്യമെങ്കിലും ദൈവത്തിന് സാധ്യമെന്ന് അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ അങ്ങയുടെ കൃപ ഞങ്ങളിൽ മേൽ അവിടുന്ന് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ദൈവമേ ഞങ്ങൾക്ക് അനുസരിപ്പാൻ തക്കവണ്ണം, അവിടുത്തെ വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ ഞങ്ങൾക്ക് സഞ്ചരിക്കുവാൻ തക്കവണ്ണം, ആ നിത്യജീവനിലേക്ക് ഞങ്ങൾക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇന്ന് വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, അവിടുന്ന് അടിയനെ ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപയാൽ അവിടുന്ന് വഴി നടത്തുകയും നയിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.